ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ എല്ലാവരും +1 കാലെടുത്ത് വയ്ക്കുകയാണ്. നമുക്കറിയാം, 10ാം ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് നമ്മൾ +1 ചെല്ലുന്നത്. നമുക്കിവിടെ പ്രധാനമായിട്ടും 6 വിഷയങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും കൊമേഴ്സ് ആയാലും നമുക്ക് പ്രധാനമായിട്ടും 6 വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 80 മാർക്കിനാണ് നമ്മൾ +1 ഇംഗ്ലീഷ് പരീക്ഷ എഴുതേണ്ടത്. നമുക്കറിയാം, 10ാം ക്ലാസ്സിൽ നമ്മൾ 80 മാർക്കിന് തന്നെയാണ് പരീക്ഷ എഴുതിയിരുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒരുപാട് ഡിഫറൻ്റ് ആണ്. +1 നമ്മൾ വരുമ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ്. ഏകദേശം 6 യൂണിറ്റ്സാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഈ 6 യൂണിറ്റുകളിൽ നിന്നും 4 വീതവും 3 വീതവുമുള്ള പാഠങ്ങളാണ് ഓരോ ഭാഗത്തും ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത ടെക്സ്റ്റ് അല്ലെങ്കിൽ ഗൈഡ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം ആശ്രയിച്ച് നമ്മൾക്ക് ഒരു കാരണവശാലും +1 പരീക്ഷയെ അഭിമുഖീകരിക്കാൻ സാധിക്കില്ല. നമ്മുടെ റൈറ്റിംഗ് എബിലിറ്റി എത്രത്തോളം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പ്രധാനമായിട്ടും ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റൈറ്റിംഗ് സ്കിൽ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. നമ്മുടെ വൊക്കാബുലറി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രാമർ, അതുപോലെ തന്നെ സ്പെല്ലിങ്, ഇതിനെല്ലാം വളരെ വലിയ പ്രാധാന്യം നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഒരു രീതി ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് +1 എക്സാമിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി എ ന്യൂ ലെസൺ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ബൈ ലയം ഓഫ് ഫ്ലഹാർട്ടി. ലെറ്റ് us read the story of a young seagull that was afraid to make its first flight, and how its parents goaded it into action and thereby equipped it to face the challenges of life. നമ്മൾ ഈ പാഠഭാഗത്ത് പ്രധാനമായും പറയുന്നത് ഒരു ചെറിയ സീഗൾ മീൻസ് കടൽക്കാക്കയുടെ കഥയാണ്. സീഗളിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആദ്യമായി പറക്കാൻ അവന് പേടിയായിരുന്നു. അതിനുശേഷം അവൻ്റെ പേരൻസ് എങ്ങനെയാണ് അവനെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടേണ്ടത് എന്നും പ്രതിസന്ധികളെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നുമുള്ള കാര്യങ്ങൾ അവനെ പഠിപ്പിക്കുന്നു. പാഠത്തിലേക്ക് വരുമ്പോൾ, ദി യങ് സീഗൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. കഥ ആരംഭിക്കുമ്പോൾ കടൽക്കാക്കയെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ ലെഡ്ജ് മീൻസ് പാറയുടെ ആ ഒരു ഇടുക്ക് അല്ലെങ്കിൽ ആ ഒരു തട്ടിനെയാണ് നമ്മൾ ലെഡ്ജ് എന്ന് പറയുന്നത്, അവിടെ തനിച്ചായിരുന്നു. ഹിസ് 2 brothers ആൻഡ് ഹിസ് സിസ്റ്റർ ഹാഡ് ഓൾറെഡി ഫ്ലോൺ അവേ ദ ഡേ ബിഫോർ. അവൻ്റെ 2 സഹോദരന്മാരും ഒരു സഹോദരിയും ഇതിനോടകം തന്നെ പറന്നകന്നിരുന്നു. ഹി ഹാഡ് ബീൻ അഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം. അവന് അവരോടൊപ്പം പറക്കാൻ പേടിയായിരുന്നു. സംഭവ് when he had forward to bring off the ledge and attempted to flap his wings, he became afraid. പലപ്പോഴും അവൻ ലെഡ്ജിൻ്റെ ബ്രിങ്ക് മീൻസ് എൻഡ് അഗ്രഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ആൻഡ് അറ്റംപ്റ്റഡ് ടു ഫ്ലാപ്പ് ഹിസ് വിങ്സ്, തൻ്റെ ചിറകുകൾ വിടർത്തി പറക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം തന്നെ ഹി ബിക്കെയിം അഫ്രൈഡ്, അവന് പേടി തോന്നിയിരുന്നു. ദ ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ സ്ട്രെച്ച് ഡൗൺ ബിനീത്ത് ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ലോങ് വേ ഡൗൺ, മൈൽസ് ഡൗൺ. താഴേക്ക് നോക്കുമ്പോൾ പരന്നു കിടക്കുന്ന കടലിൻ്റെ ആ ഒരു കാഴ്ചയായിരുന്നു അവനെ പേടിപ്പിച്ചിരുന്നത്. ഹി ഫെൽറ്റ് സർട്ടൺ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. അവന് തോന്നി ഈ ചിറകുകൾ തനിക്ക് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള ചിന്ത അവനിലുണ്ടായി. സോ ഹി ബെൻഡ് ഹിസ് ഹെഡ് ആൻഡ് റാൻ എവേ ബാക്ക് ടു ദ ലിറ്റിൽ ഹോൾ അണ്ടർ ദ ലെഡ്ജ്. അതുകൊണ്ട് തന്നെ അവൻ തിരികെ തൻ്റെ ലെഡ്ജിലേക്ക് മടങ്ങിപ്പോയി. വെർ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. രാത്രിയിൽ അവിടെ കിടന്ന് ഉറങ്ങി. Even when each of his brothers and his little sister, whose wings were far shorter than his own, ഇതേ സമയം ഇവൻ്റെ 2 സഹോദരന്മാരും അതുപോലെ തന്നെ സഹോദരിയും അവരുടെ ചിറകൾ ഇവൻ്റെ ചിറകളെക്കാട്ടിയും ചെറുതായിരുന്നെങ്കിൽ പോലും റാൻ ടു ദ ബ്രിങ്ക്, അവർ പലപ്പോഴും ബ്രിങ്കിൽ മീൻസ് ലെഡ്ജിൻ്റെ എൻഡിലേക്ക് ഓടിച്ചെന്നിരുന്നു. ഫ്ലാപ്ഡ് ദെയർ വിങ്സ്, ചിറകൾ വീശിയിരുന്നു. ആൻഡ് ഫ്ലൂ അവേ, പറന്നു പോയിരുന്നു. ഹി ഫെയിൽഡ് ടു മസ്റ്റർ അപ്പ് കറേജ് ടു ടേക്ക് ദാറ്റ് പ്ലഞ്ച് വിച്ച് അപ്പിയർഡ് ടു ഹിം സോ ഡെസ്പറേറ്റ്. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ധൈര്യം സംഭരിക്കുന്നതിൽ, മസ്റ്റർ മീൻസ് ഗ്യാദർ, സംഭരിക്കുക, ധൈര്യം സംഭരിക്കുന്നതിൽ പലപ്പോഴും അവൻ പരാജയപ്പെട്ടിരുന്നു. വല്ലാത്തൊരു നിരാശ അവനെ ബാധിച്ചു. ഹിസ് ഫാദർ ആൻഡ് മദർ ഹാഡ് കം അറൌണ്ട് കോളിംഗ് ടു ഹിം ഷ്രില്ലി, സ്കോൾഡ് ഹിം, ത്രട്ടനിങ് ടു ലെറ്റ് ഹിം സ്റ്റാർവ് ഓൺ ഹിസ് ലെഡ്ജ് അൺലെസ് ഹി ഫ്ലൂ അവേ. പലപ്പോഴും അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ അടുക്കൽ വന്ന് അവനെ പലതരത്തിൽ അവനോട് ആക്രോശിച്ചു, അവനെ വഴക്ക് പറഞ്ഞു, അവനെ ഭീഷണിപ്പെടുത്തി, ആഹാരം പോലും കൊടുക്കില്ല എന്നവനോട് പറഞ്ഞു, പട്ടിണിക്കിടുമെന്ന് പറഞ്ഞു, അവൻ പറന്നു പോയില്ല എന്നുണ്ടെങ്കിൽ. ബട്ട് ഫോർ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്. പക്ഷേ അവൻ അനങ്ങിയത് പോലും ഇല്ല. ദാറ്റ് വാസ് 24 hours ago.
ഒരു ദിവസം പിന്നിട്ടിരിക്കുന്നു. സിൻസ് ദെൻ നോബഡി ഹാഡ് കം നിയർ ഹിം. ഒരാൾ പോലും അവൻ്റെ അടുക്കലേക്ക് ചെന്നില്ല. ദ ഡേ ബിഫോർ, ഓൾ ഡേ ലോങ്, he had watched his parents flying about with his brothers and sister, perfecting them in the art of flight. കഴിഞ്ഞ ദിവസം മുഴുവൻ തൻ്റെ പേരൻസ് തൻ്റെ സഹോദരന്മാർക്കും സഹോദരിക്കും പറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ടീച്ചിങ് ദം ഹൗ ടു സ്കിം ദ വേവ്സ്, തിരമാലകളെ വകഞ്ഞു മാറ്റി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നും, ആൻഡ് ഹൗ ടു ഡൈവ് ഫോർ ഫിഷ്, ഓളിയിട്ട് മീൻ പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ചു. He had in fact seen his older brother catch his first herring and devour it standing on a rock. ഇതിനിടയിൽ തൻ്റെ മൂത്ത സഹോദരൻ ആദ്യമായി ഒരു മീൻ പിടിക്കുന്നത്, അതുപോലെ തന്നെ ആർത്തിയോടെ അതിനെ അകത്താക്കുന്നതും ഇവന് കാണാൻ സാധിച്ചു. While his parents circled around raising a proud cackle. ഈ സമയത്ത് തൻ്റെ മാതാപിതാക്കൾ വളരെ സന്തോഷത്തോടുകൂടി തൻ്റെ സഹോദരനെ അഭിനന്ദിച്ചുകൊണ്ട് അവന് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കാഴ്ചയും ഇവനെ കാണാൻ സാധിച്ചു. And all the morning the old family had walked about on the big plateau midway down the opposite cliff, laughing at his cowardice. ഈ സമയത്തെല്ലാം തന്നെ രാവിലെ മുതൽ എതിർവശത്തെ പാറക്കെട്ടിൽ നിന്നുകൊണ്ട് കുടുംബത്തിലുള്ള എല്ലാവരും ഇവൻ്റെ കവഡൈസ് മീൻസ് ഭീരുത്വത്തെ കളിയാക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയും കാണാനായിട്ട് സാധിച്ചു. The sun was now ascending the sky, blazing warmly on his ledge that faced the south. ക്രമേണ സൂര്യൻ വന്നതോടുകൂടി പാറയുടെ ആ ഭാഗത്ത് അസഹനീയമായ ചൂട് വന്നു തുടങ്ങി. He felt the heat because he had not eaten since the previous nightfall. ചൂട് വളരെ അസഹനീയമായിട്ട് അവന് തോന്നി, കാരണം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അവൻ എന്തെങ്കിലും ആഹാരം കഴിച്ചിട്ട്. Then he had found a dried piece of mackerel's tail at the far end of his ledge. ഈ സമയത്ത് അവൻ കണ്ടു, എന്താ കണ്ടത്? മക്കറൽ മീൻസ് അയല മത്സ്യത്തിൻ്റെ വാലിൻ്റെ ഒരു ഭാഗം ഇവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. Now there was not a single scrap of food left. വേറെ ഒരു തരി ആഹാരം പോലും അവിടെ അവശേഷിച്ചിരുന്നില്ല. He had searched every inch rotting among the rough, dirt-caked straw nest where he and his brothers and sister had been hatched. അവൻ കൂട് പൂർണ്ണമായിട്ടും അരിച്ചു പിറക്കി നോക്കി. അവനും അവൻ്റെ സഹോദരന്മാരും സഹോദരിയും വിരിഞ്ഞിറങ്ങിയ വളരെ വൃത്തിഹീനമായിട്ടുള്ള കൂടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്ന് അവൻ അന്വേഷിച്ചു. He even നോട്ട് അറ്റ് ദ ഡ്രൈഡ് പീസ് ഓഫ് എക്ഷൽ. അവസാനം അവന് ഒരു മുട്ടയുടെ തോടിൻ്റെ ഭാഗം പോലും കരണ്ട് തിന്നേണ്ടതായിട്ട് വന്നു. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. അത് അവനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ തന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഭക്ഷിക്കുന്നത് പോലെയാണ് അവന് തോന്നിയത്. ഹി ദെൻ ട്രോട്ടഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ഫ്രം വൺ എൻഡ് ഓഫ് ദ ലെഡ്ജ് ടു ദി അതർ. അതിനുശേഷം അവൻ തൻ്റെ ലെഡ്ജിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നടക്കാൻ ആരംഭിച്ചു. ഹിസ് ലോങ് ഗ്രേ ലെഗ് സ്റ്റെപ്പിംഗ് ഡെയിൻലി, trying to find some means of reaching his parents without having to fly. അവന് തൻ്റെ മൃദുവായ പാദങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ പറക്കാതെ തൻ്റെ പേരൻസിൻ്റെ അടുക്കലേക്ക് എത്താം എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ബട്ട് ഓൺ ഈച്ച് സൈഡ് ഓഫ് ഹിം ദ ലെഡ്ജ് എൻഡഡ് ഇൻ എ ഷീർ ഫാൾ ഓഫ് പ്രസിപ്പൈസ് വിത്ത് ദ സീ ബിനീത്ത്. പക്ഷേ അവൻ്റെ ഇരുവശങ്ങളിലും ചെങ്കുത്തായിട്ടുള്ള മലഞ്ചെരിവുകളുണ്ടായിരുന്നു. കടലിൻ്റെ ഒരു കാഴ്ച താഴെ കാണാനും സാധിച്ചിരുന്നു. ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ് ദർ വാസ് എ ഡീപ്പ് വൈറ്റ് റഗ്. അവനും അവൻ്റെ പേരൻസിനിടയിലായി വളരെ വലിയ വളരെ ഗാഢമായ ഒരു വിള്ളൽ ഉണ്ടായിരുന്നു. ഷുവർലി ഹി കുഡ് റീച്ച് ദം വിതൗട്ട് ഫ്ലൈങ് ഇഫ് ഹി കുഡ് ഓൺലി മൂവ് നോർത്ത് വേഴ്സ് എലോങ് ദ ക്ലിഫ് ഫേസ്. അവന് പറക്കാതെ എങ്ങനെ നടന്ന് തൻ്റെ പേരൻസിൻ്റെ അടുക്കലേക്ക് എത്താം എന്നതിനെക്കുറിച്ച് അവൻ ആലോചിച്ചു. ബട്ട് ദെൻ ഓൺ വാട്ട് കുഡ് ഹി വാക്ക്. പക്ഷേ അവന് എങ്ങനെ നടക്കാൻ സാധിക്കും? ദർ വാസ് നോ ലെഡ്ജ് ആൻഡ് ഹി വാസ് നോട്ട് എ ഫ്ലൈ. അവിടെ ലെഡ്ജോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ആൻഡ് എബോവ് ഹിം ഹി കുഡ് സീ നത്തിങ്. മുകളിലേക്കാണെങ്കിലോ അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല. ദ പ്രസിപ്പൈസ് വാസ് ഷീർ ആൻഡ് ദ ടോപ്പ് ഓഫ് ഇറ്റ് വാസ് പെർഹാപ്സ് ഫാർദർ അവേ ദാൻ ദ സീ ബിനീത്ത് ഹിം. ഒരുപക്ഷേ അതിൻ്റെ മുകൾ ഭാഗം കടലിനേക്കാൾ വളരെ അകലെയായിരുന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു വസ്തുത. ഹി സ്റ്റെപ്ഡ് സ്ലോലി ഔട്ട് ടു ദ ബ്രിങ്ക് ഓഫ് ദ ലെഡ്ജ്. പതുക്കെ അവൻ ലെഡ്ജിൻ്റെ മുനമ്പിലേക്ക് എത്തി. ആൻഡ് സ്റ്റാൻഡിങ് ഓൺ വൺ ലെഗ് വിത്ത് ദ അതർ ലെഗ് ഹിഡൻ അണ്ടർ ഹിസ് വിങ്. എന്നിട്ട് തൻ്റെ ഒരു കാൽ ചിറകിനടിയിൽ ഒളിപ്പിച്ചു. ഹി ക്ലോസ്ഡ് വൺ ഐ. എന്നിട്ട് തൻ്റെ ഒരു കണ്ണടച്ചു. ദെൻ ദ അതർ. അല്പസമയം കഴിഞ്ഞ് അടുത്ത കണ്ണും അവൻ അടച്ചു. ആൻഡ് പ്രട്ടൻഡ് ടു ബി ഫോളിങ് അസ്ലീപ്. താൻ ഉറക്കത്തിലാണെന്നതുപോലെ ഭാവിച്ചു. സ്റ്റിൽ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് ഹിം. പക്ഷേ മറ്റുള്ള ആരും അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഹി സോ ഹിസ് ടു ബ്രദേഴ്സ് ആൻഡ് ഹിസ് സിസ്റ്റർ ലൈങ് ഓൺ ദ പ്ലേറ്റ് ഡോസിങ്. ഈ സമയത്ത് തൻ്റെ രണ്ട് സഹോദരന്മാരും സഹോദരിയും അവർ മയക്കത്തിൽ കിടക്കുന്നതായിട്ട് അവൻ കാണാൻ കഴിഞ്ഞു. വിത്ത് ദ ഹെഡ് സങ്ക് ഇൻ ടു ദ നെക്സ്റ്റ്. ഹിസ് ഫാദർ വാസ് ക്ലീനിങ് ദ ഫെദേഴ്സ് ഓൺ ഹിസ് വൈറ്റ് ബാക്ക്. അവൻ്റെ അച്ഛൻ തൂവലുകൾ വൃത്തിയാക്കുന്ന കാഴ്ച അവൻ കാണാനായിട്ട് സാധിച്ചു.
ഒൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. അവനെ നോക്കിയിരുന്നത് അവൻ്റെ അമ്മ മാത്രമായിരുന്നു. ഷി വാസ് സ്റ്റാൻഡിങ് ഓൺ എ ലിറ്റിൽ ഹൈ ഹംബ് ഓൺ ദ പ്ലേറ്റ്യൂ. അവൻ്റെ അമ്മ സമതലത്തിലെ കുറച്ച് ഉയർന്ന ഭാഗത്തായിരുന്നു നിന്നിരുന്നത്. ഹെർ വൈറ്റ് ബ്രസ്റ്റ് ത്രസ്റ്റ് ഫോർവേഡ്. അവളുടെ വെളുത്ത നെഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. Now and again she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. അവൾ ഒരു കഷണം മീൻ തൻ്റെ കാലിൻ്റെ ചുവട്ടിൽ ആയിട്ട് കീറുന്നുണ്ടായിരുന്നു. അതിനുശേഷം തൻ്റെ കൊക്കുകൾ കല്ലിൽ വെച്ച് ആ മൂർച്ച കൂട്ടുന്ന മറ്റൊരു കാഴ്ചയും കാണാനായിട്ട് സാധിച്ചു. ദ സൈറ്റ് ഓഫ് ദ ഫുഡ് മാഡൻ ഹിം. ആഹാരത്തിൻ്റെ ആ ഒരു കാഴ്ച അവനെ ഭ്രാന്തനാക്കി. ഹൗ ഹി ലവ് ടു ടിയർ ഫുഡ് ദാറ്റ് വേ. അവന് ആ ഒരു രീതിയിൽ ആഹാരം കഴിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. സ്ക്രാപ്പിംഗ് ബീറ്റ് നൗ ആൻഡ് അഗെയിൻ ടു വെറ്റ് ഇറ്റ്. കല്ലിൽ ഉരസി കൊക്കൾ മൂർച്ചപ്പെടുത്താനും അതേ രീതിയിൽ ഭക്ഷണം കീറിമുറിക്കാനും അവൻ ആഗ്രഹിച്ചു. ഹി അട്ടഡ് എ ലോ കാക്കിൾ. അവൻ ഒരു പതിഞ്ഞ ശബ്ദം ഉണ്ടാക്കി. ഹിസ് മദർ കാക്കിൾ ടു. അമ്മയും അതേ തരത്തിൽ മറ്റൊരു ശബ്ദമുണ്ടാക്കി. ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അവനെ ഒന്ന് നോക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ പഠിച്ച പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വർക്കുകളാണ് ഞാൻ നിങ്ങൾക്കിനി തരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ എല്ലാവരും ആ ടെക്സ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ എന്ത് ചെയ്യുക, കണ്ടെത്തുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വരുന്ന ക്ലാസ്സിൽ ക്ലിയർ ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വർക്കുകളും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും.